ഹായ്, ഇത് അപ്പൂസിൻ്റെ വീട്. ഇത് അപ്പൂസിൻ്റെ ഓട്ടോ. ഞങ്ങളുടെ വീടിനടുത്തുള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലം നിങ്ങളെയും കൂടി കാണിക്കാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ സ്ഥലം. ഒരു ചെറിയൊരു വാട്ടർഫോള്. എല്ലാവർക്കും ഇഷ്ടപ്പെടില്ലേ? ഇപ്പോൾ വീണേനെ. ഇപ്പോൾ ഒത്തിരി നാളെ ഇങ്ങോട്ട് വന്ന് ഈ വെള്ളത്തിലൊക്കെ ഇറങ്ങിയിട്ട് കേട്ടോ. കാലത്ത് മേലാത്തതുകൊണ്ട് ഇങ്ങോട്ട് വരാറില്ല. ഞങ്ങൾ കുട്ടിക്കാലത്ത് ഒത്തിരി നാൾ ഞങ്ങൾ സമയം ചിലവഴിച്ചിരുന്ന, പ്രത്യേകിച്ച് ഞങ്ങളുടെ വേനൽ അവധിക്കാലം ഞങ്ങൾ ചിലവഴിച്ചിരുന്ന, ഞാനും എൻ്റെ കസിൻസൊക്കെ ചിലവഴിച്ചിരുന്ന സ്ഥലമാണ്. ആ കാണുന്ന പാറയൊക്കെ കണ്ടില്ലേ? ഈ പാറപ്പുറത്തു നിന്ന് വെള്ളത്തിലേക്ക് ചാടുക, ഇവിടെ മീൻ പിടിക്കുക, ഈ വെള്ളം ഇങ്ങനെ ഈ പൊക്കത്തു നിന്ന് വന്ന് വീഴുന്ന വെള്ളത്തിൻ്റെ അടിയിൽ ചെന്നിരുന്ന് കുളിക്കുക, ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഹോബി. പിന്നെ ഈ ചാലിലൊക്കെ ഒത്തിരി മീൻ കാണും. ഈ പറമ്പിലൊരു കുടംപുളി മരം ഉണ്ടായിരുന്നു. അപ്പോൾ കുടംപുളി പറിക്കലൊക്കെ ഞങ്ങളുടെ അന്നത്തെ വിനോദമായിരുന്നു. ഇവിടെ ഈ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നത് കണ്ട് ഈ പതഞ്ഞ് വരുന്ന ഇവിടെ ഇല്ല, ഇവിടെ ഒത്തിരി മീനൊക്കെ ഉണ്ടാവും. ഈ പാറയിൽ പറ്റി പിടിച്ചിരിക്കുന്ന ഒരു തരം, ഞങ്ങളിവിടെയൊക്കെ പൊത്ത എന്നൊക്കെ പറയും, ഏതൊക്കെ പറയുന്നില്ല, അതൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ഉള്ളതാണ്. അപ്പം ഞങ്ങൾക്ക് അതിനെയൊക്കെ പിടിക്കുക, ഞണ്ടിനെ പിടിക്കുക, അതൊക്കെയായിരുന്നു ഞങ്ങളുടെ വിനോദങ്ങൾ. ഇവിടെയൊക്കെ ഇറങ്ങി കളിക്കാനൊക്കെ അന്ന് കാലൊക്കെ ആവുന്ന കാലത്ത് അവിടെ ഇറങ്ങി കളിക്കാനൊക്കെ നല്ല ഇഷ്ടമായിരുന്നു. പിന്നെ ഇതൊരു ചെറിയ കുളിക്കടവായിരുന്നു കേട്ടോ. ഇവിടെ ഇങ്ങനെ തുണി അലക്കുന്ന പാറയുണ്ട്. ഇവിടേക്ക് നിന്ന് കുളിക്കാനും ഒത്തിരി പേര് വരും. ഇവിടെ ഈ നാട്ടിൽ ഒത്തിരി പേര് ആശ്രയിച്ചിരുന്ന ഒരു കുളിക്കടവാണ്. ഇപ്പോൾ പിന്നെ ഇവിടെ ഇങ്ങനെ ഈ മണ്ണൊക്കെ ഇടിഞ്ഞു പോകുന്നതുകൊണ്ട് ഈ സൈഡൊക്കെ കെട്ടി ഒതുക്കിയപ്പോൾ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇതാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴി, ശരിക്കുള്ള ഈ തോട്ടിലേക്ക് വരുന്ന വഴി. ഈ ഒരു പാലം കണ്ടില്ലേ? ഈ പാലത്തിൽ കയറി ഈ പാലം വഴി ഇങ്ങനെ മേളിലേക്ക് പോകണം. നിങ്ങൾക്കിപ്പോൾ കാണാം, നൂല് പോലെ ഒരു വഴി അങ്ങ് മേളിലേക്ക് നിൽക്കും. ചില്ലറ ഉയരമൊന്നുമല്ല കേട്ടോ, അത് ഇച്ചിരി പാടാണ് അവിടെ നിന്ന് ഇപ്പം ഇങ്ങോട്ടൊക്കെ ഇറങ്ങാൻ വേണ്ടി. ഇതേ കണ്ടില്ലേ? ഇങ്ങനെ ഈ വഴി ഇങ്ങനെ പോയി ഇതേ അവിടെ നിൽക്കുന്ന ഒരു തെങ്ങുണ്ടോ, ആ തെങ്ങിൻ്റെ അവിടെയാണ് ഞങ്ങളുടെ വീട്. അപ്പോൾ ഞങ്ങൾ ശരിക്കും വേനൽക്കാലത്ത് ഞങ്ങളുടെ കുടിവെള്ള സ്രോതസ്സാണിത്. ഇവിടുന്ന് വെള്ളം എടുത്ത് ഇങ്ങനെ മേളിലേക്ക് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കാലം വയ്യാത്തതുകൊണ്ട് ഇങ്ങോട്ട് വരലില്ല. ഇപ്പോൾ ഓട്ടോയിലൊക്കെയാണ് ഞങ്ങൾ വേനൽക്കാലത്ത് വെള്ളം കൊണ്ടുവരും. മഴക്കാലത്ത് ഞങ്ങൾക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല കേട്ടോ. ഇങ്ങനെ ഞങ്ങൾ ആശ്രയിക്കുന്ന ഒരു ഞങ്ങളുടെ ചെറിയ സ്ഥലം. ഇത് ഞങ്ങളുടെ മാത്രമല്ല, ഈ നാട്ടിലെ ഒത്തിരി പേരുടെ ആശ്രയമാണ് ഈ തോട്. അപ്പോൾ ഈ സ്ഥലവും ഞങ്ങളുടെ തോടും ഞങ്ങളുടെ വീടുമൊക്കെ ഇഷ്ടമായാൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണുകയും ചെയ്യണം.